السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് ത്വാഹയിലെ 83 ഇന്ന് എടുക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ قال هم أولئك على أثري وعجلت إليك رب لترضى قال فإنا قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم غضب من ربكم فأخلفتم موعدي بسم الله الرحمن الرحيم. وما أعجلك عن قومك يا موسى قال هم أولئك على أثري وعجلت إليك رب لترضى قال فإنا قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم غضب من ربكم فأخلفتم موعدي
ഈ ഒരു ആയത്ത് മുതൽ ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സമൂഹവും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഫിർഔൻ നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അവർ കടൽ കടന്ന് പോയി. പിന്നീട് അല്ലാഹു തആല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിക്കുവാൻ, തൗറാത്ത് നൽകുവാനെല്ലാമായി 30 ദിവസത്തെ ഒരു മീഖാത്ത് അല്ലാഹു തആല നിശ്ചയിച്ചുവെന്ന് ഖുർആൻ പറയുന്നു. പിന്നീട് അതിലേക്ക് 10 കൂടി ചേർത്തു. അത് 40 ആക്കി അല്ലാഹു തആല വർദ്ധിപ്പിച്ചു. പ്രത്യേകമായി നോമ്പെടുത്ത് അല്ലാഹുമായി സംസാരിക്കുവാനായി തുരുസിന പർവ്വതത്തിലേക്ക് വരാനും ആ 40 ദിവസത്തെ നോമ്പ് പൂർത്തിയാകുമ്പോൾ അല്ലാഹു തആലയുമായി സംസാരിക്കുമെന്നും അല്ലാഹു തആല തൗറാത്ത് നൽകാമെന്നുമുള്ള ഒരു വാഗ്ദാനം റബ്ബ് നൽകി. അതുപ്രകാരം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 ദിവസം സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നേതൃത്വം ഹാറൂൻ നബിയെ ഏൽപ്പിച്ചുകൊണ്ട് മൂസാ അലൈഹി സ്വലാം പോയി. ആ ഒരു മൂസാ നബിയുടെ അഭാവത്തിൽ 40 ദിവസം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ലാതായ ആ ഒരു ഘട്ടത്തിൽ ആ സമൂഹം വഴിതെറ്റുകയാണ്. വിഗ്രഹാരാധനയ്ക്ക് അവർ മാറിപ്പോകുന്നു. അതാണ് ഈ ആയത്തുകളും ഇതിന് ശേഷമുള്ള കുറച്ച് ആയത്തുകളുമായി പരാമർശിക്കുന്നത്. അപ്പോൾ എത്ര വലിയ വിശ്വാസിയും എത്രയും പെട്ടെന്ന് തൗഹീദിൽ നിന്ന് വഴിമാറിപ്പോകാം, അത് സംഭവ്യമാണ് എന്ന ഒരു പാഠം കൂടി അതിൽ തീർച്ചയായും ഉണ്ട്. മൂസാ നബിയുടെ കൂടെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ആളുകൾ തന്നെയാണോ, അടുത്ത തലമുറ പോലുമല്ല. അതേ ആളുകൾ റബ്ബിൻ്റെ സഹായങ്ങളെ നേർക്കുനേരെ കണ്ട് ബോധ്യപ്പെട്ടവർ, കൺമുമ്പിൽ വെച്ച് കടൽ പിളർന്നത് വരെ കണ്ടു, ശത്രു നശിപ്പിക്കപ്പെട്ടത് കണ്ടു, അതേപോലെ മുഴുവത്ത് കണ്ണുകൊണ്ട് കണ്ടു. ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കഴിഞ്ഞ ആയത്ത് പറഞ്ഞ പോലെ മന്നും സൽവയും അടക്കം ആകാശത്ത് നിന്ന് ഭക്ഷണം പോലും നേരെങ്കിലും ഇറക്കിക്കൊടുത്ത് അങ്ങനെ പടച്ച റബ്ബിനെ സഹായങ്ങളെ നേർക്കുനേരെ കൺമുമ്പിൽ കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ട 2 നബിമാരുടെ നേതൃത്വത്തിൽ ജീവിച്ച അതേ സമൂഹമാണ് ഇവിടെ ചെറിയൊരു വിശ്വാസം ഉണ്ടാക്കുമ്പോഴേക്ക് എല്ലാവരും കൂടെ അതിലേക്ക് തിരിയുന്നത്. 6 ലക്ഷം ആളുകൾ മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പൊതുവേ മുഫസ്സിറുകളൊക്കെ പറയുന്നൊരു എണ്ണം. അല്ലാഹു അഅലം. ഇബ്നു കസീറും അതേപോലെ ഇമാം റാസിയും ഒക്കെ അത് പറഞ്ഞു കാണുന്നുണ്ട്. റാസി റഹിമഹുല്ലാ ചർച്ച കൂടി കൊണ്ടുവരുന്നുണ്ട്. ഇത്രയും വലിയ ആളുകൾ, ഇത്രയും ധാരാളം ആളുകൾ അവർ ഒന്നിച്ചെങ്ങനെയാണ് തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്നുണ്ടാകുമോ? അതേപോലെ ഉണ്ടാകും, അസംഭവ്യമല്ല എന്ന് പറയാൻ കൂടി റാസി റഹിമഹുല്ലാ ഇത് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 6 ലക്ഷം മനുഷ്യന്മാർ ഒരു നബിയുടെ 2 നബിമാരുടെ നേതൃത്വത്തിൽ ജീവിച്ച ആളുകൾ, മുഴുവത്ത് നിൽക്കുന്നതിനെ കണ്ട ആളുകൾ, ഈ കണ്ട സഹായങ്ങളെല്ലാം അനുഭവിച്ചവർ, ഒരു ചങ്ങാതി വന്ന് ഒരു വസ്വാസം ഉണ്ടാക്കുമ്പോഴേക്ക് ഈ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഒന്നിച്ച് എന്നാൽ പിന്നെ അതന്നെ ശരി എന്ന് പറഞ്ഞ് അതിലേക്ക് പോകുന്നുവെങ്കിൽ അതും സംഭവ്യമാണ് എന്നതിന് ഇത് തെളിവാണ്. അപ്പോൾ ഇത്രയും ആളുകളൊക്കെ പഴിച്ചു പോകുമോ, എത്ര ആളുകളുണ്ട്, ഈ ഭൂരിപക്ഷം മനുഷ്യന്മാർക്ക് തെറ്റിപ്പോകുമോ എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ല എന്നാണ് ഈ സംഭവം പഠിപ്പിക്കുന്നത്. അതെ, ഫലസ്തീനിലേക്ക് എത്തുന്നതിന് മുമ്പാണ്. അപ്പോൾ അല്ലാഹു തആല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമയം നിശ്ചയിച്ചു കൊടുത്തു. ഇന്ന സമയത്ത് തൂർ സീനയിലേക്ക് എത്തണം, ഇത്ര ദിവസം അതിനുവേണ്ടി നോമ്പ് നോറ്റ് മാറി നിൽക്കണം എന്നൊക്കെ ഒരു മൗഇദ് അല്ലാഹു തആല മീഖാത്ത് എന്നാണ് ഖുർആൻ അവിടെ പ്രയോഗിച്ച മറ്റൊരു പ്രയോഗം. അല്ലാഹുമായി സംഭാഷണത്തിൽ നിശ്ചയിക്കപ്പെട്ട സമയം സ്ഥലം രണ്ടും മീഖാത്ത് എന്ന് പറയാം. നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത സ്ഥലം, അത് രണ്ടിനും മീഖാത്ത് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഈ മീഖാത്ത്, ഈ ഒരു മൗഇദ് അല്ലാഹു തആല നൽകിയിരുന്നു. അപ്പോൾ അവിടെയാണ് മൂസാ അലൈഹി സ്വലാം വന്നു, റബ്ബും അല്ലാഹു തആല വഹി നൽകി. ആ വഹിയിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ, വമാ അഅ്ജലക, നീ ധൃതിപ്പെട്ടു വരാൻ കാരണം എന്താണ്, നിന്നെ ധൃതി കൂട്ടിയത് എന്താണ്, അൻ ഖൗമിക, നിന്റെ ഖൗമിനെ തൊട്ട്, യാ മൂസ, അല്ലയോ മൂസ. അഅ്ജല, അജലത്ത് ധൃതിയാണ്. അഅ്ജല ധൃതി കാണിച്ചു എന്നാണ് ഫെയിലായിട്ട് ഉപയോഗിക്കുമ്പോൾ. മാ അഅ്ജലക, നിന്നെ ധൃതിപ്പെട്ടു വരാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, എന്താണ് നീ ധൃതിപ്പെട്ടു വന്നത് എന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ അത് ഒരുപക്ഷെ അതിൽ നിന്ന് മുഫസ്സിറുകൾ പറയുന്നത്, ഒരുപക്ഷെ മൂസാ അലൈഹി വസല്ലം നിശ്ചയിക്കപ്പെട്ടതിന് മുമ്പേ അവിടെ എത്തി എന്നൊരു സൂചന അതിലുണ്ടെന്നാണ്. അത് നിശ്ചയ സമയത്ത് വന്നതാണെങ്കിൽ എന്തേ ധൃതിപ്പെട്ടു എന്ന് ചോദിക്കുന്നല്ലോ. അപ്പോൾ ഒരുപക്ഷെ നിശ്ചയ സമയത്തേക്കാളും നേരത്തെ മൂസാ അലൈഹി വസല്ലം തൂർ സീനയിലേക്ക് എത്തി. അപ്പോൾ എന്താണ് ഇങ്ങനെ ധൃതിപ്പെട്ടു വന്ന കൗമിനെ വിട്ടേച്ചുകൊണ്ട് ധൃതിപ്പെട്ടു വരാൻ കാരണം എന്താണ്? വമാ അഅ്ജലക, നിന്നെ
ധൃതിപ്പെടുത്തിയ കാര്യമെന്താണ്? അൻ ഖൗമിക, നിന്റെ ഖൗമിൽ നിന്ന്, യാ മൂസ, അല്ലയോ മൂസ. അപ്പോൾ അതൊരു ആക്ഷേപ സ്വരത്തിലാണ് ഈ ചോദ്യം എന്ന് പൊതുവെ മുഫസ്സിറുകളൊക്കെ പറയുന്നു. മൂസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിൽ എന്തോ ഒരു ചെറിയ പന്തികേട് സംഭവിച്ചുവോ? അപ്പോൾ അങ്ങനെ സംഭവിക്കുമോ? തഫ്സീർ റാസിയിലൊക്കെ അങ്ങനത്തെ ചർച്ചകൾ കാണാം. അമ്പിയാക്കന്മാർ തെറ്റ് ചെയ്യില്ലല്ലോ, മഅ്സൂമീങ്ങളാണ്, പാപസുരക്ഷിതരാണ്. അപ്പോൾ ഇതിൽ തെറ്റല്ല, ഒരു പാപം എന്ന് പറയാൻ പറ്റില്ല, കാരണം അർത്ഥം മറുപടി അതാണല്ലോ. അപ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ഇജ്തിഹാദ്, ഒരു ഗവേഷണം, അതിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ സൂക്ഷ്മത ഇതാണെന്ന് മനസ്സിലാക്കി ചെയ്തു. അതല്ലായിരുന്നു കൂടുതൽ സൂക്ഷ്മത എന്ന് നമുക്കവിടെ പറയാൻ കഴിയുകയുള്ളൂ. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഹും ഉലാഇ അലാ അസരി, ഹും അവർ, ഉലാഇ അവർ തന്നെ, അവരിതാ, അലാ അസരി അവരെൻ്റെ പിന്നിൽ തന്നെയുണ്ട്. ഞാനൊരു ഒഴിവാക്കി പോയിട്ടില്ല അർത്ഥം, ഞാൻ പോലെ പൂർണ്ണമായും ഒഴിവാക്കി ശ്രദ്ധിക്കാതെ പോകുന്നൊന്നുമല്ല. എല്ലാം ഏൽപ്പിച്ചൊക്കെ റെഡിയാക്കി അവരിതാ താഴ്ഭാഗത്തുണ്ട് താനും. അവിടെ ഹാറൂൻ നബിയുണ്ട്, ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഖൗമിനെ ഒന്നും ചെയ്യാതെ അരക്ഷിതമായി ഇട്ടു പോകുന്നൊന്നുമല്ല. ഹും ഉലാഇ അലാ അസരീം അവരിതാ എൻ്റെ പിറകിൽ തന്നെയുണ്ട്. അസർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പിറക്, ഒരാളുടെ പിൻഭാഗം, അയാളുടെ ശേഷിപ്പ് എന്നൊക്കെയാണ് അസർ എന്ന വാക്കിന് നേരർത്ഥം. കാൽപാദങ്ങൾക്ക് പറയും, നടന്നു പോകുമ്പോഴുള്ള അടയാളങ്ങൾക്ക് അസർ എന്ന് പറയാം. ഒരു നടന്നു പോകുമ്പോൾ അയാളെ കാലടി പതിയുന്ന ആ പാടുകൾക്ക് അസർ എന്നുപയോഗിക്കലുണ്ട്. ശേഷിപ്പുകൾക്ക് അസർ എന്നുപയോഗിക്കും. ഒരാളുടെ ബാക്കി പത്രം, അയാൾ ഇവിടുന്ന് പോകുമ്പോൾ അയാൾ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി എന്തുണ്ടോ അതിന് അസർ എന്ന് പറയാം. എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. ശേഷിപ്പുകൾ, ദുനിയാവിൽ മരിച്ചു പോകുമ്പോഴും അവർ ബാക്കി വെച്ച് പോകുന്ന ശേഷിപ്പുകൾ എന്താണോ അതിന് അസർ എന്ന് ഉപയോഗിക്കാം. ഹും ഉലാഇ അലാ അസരി അവരിതാ എൻ്റെ പിറകിൽ തന്നെയുണ്ട്. വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ, വഅജിൽതു ഇലൈക റബ്ബേ നിന്നിലേക്ക് ഞാൻ ധൃതിപ്പെട്ടു വന്നത്, റബ്ബി എൻ്റെ രക്ഷിതാവേ, ലിതർളാ നീ തൃപ്തിപ്പെടുവാൻ വേണ്ടിയാകുന്നു. എനിക്ക് നിൻ്റെ തൃപ്തി കിട്ടണം, ആ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ ധൃതിപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അല്ല ഖൗമിനെ ഒഴിവാക്കി ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഞാൻ വന്നതല്ല. അത് കൃത്യമായ ഉത്തരവാദിത്വം നിർവഹിച്ച് പകരം നോക്കാൻ ആളെ ഏൽപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വരാൻ കാരണം, നേരത്തെ ധൃതിപ്പെട്ട് വരാൻ കാരണം നിൻ്റെ റിള, നിൻ്റെ തൃപ്തി ലഭിക്കുവാൻ വേണ്ടിയാകുന്നു. റിള ഇപ്പം നിലവിലുണ്ട്, നബിയാണല്ലോ, എന്നാലും ആ തൃപ്തി ഒന്നുകൂടെ വർദ്ധിച്ച് കിട്ടുവാൻ, അല്ലെങ്കിൽ അത് സ്ഥിരമായി കിട്ടുവാൻ, അപ്പോൾ അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടമാകും എന്ന നിലക്കാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകൂടെ പറഞ്ഞതിനും നേരത്തെ, അല്ലെങ്കിൽ പറഞ്ഞതിനേക്കാളും വേഗത്തിൽ അദ്ദേഹം ഇവിടെ എത്തിയത് അള്ളാഹുവിൻ്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടാകുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അവിടെ ഇമാം റാസിക്ക പറയുന്നുണ്ട്, അല്ല പഠിപ്പിച്ചതിനേക്കാളും കുറച്ചുകൂടി ഏറെ ചെയ്താൽ അള്ളാഹിൻ്റെ തൃപ്തി കുറച്ചുകൂടി കിട്ടുമെന്ന ധാരണയെ അല്ല ഇവിടെ തിരുത്തി കൊടുക്കുന്നത് കൂടി ഉണ്ട്. ഇതാണ് പറഞ്ഞേക്കാൾ നേരത്തെ വന്നാൽ കുറച്ചുകൂടി അള്ളാഹ്ക്ക് ഇഷ്ടമാകും എന്നാണ് മൂസ അലൈഹിസ്സലാം വിചാരിച്ചത്. പക്ഷെ അല്ല പറഞ്ഞതോ ചെയ്തത് ശരിയായില്ല എന്ന മട്ടിലാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അള്ളാഹും പ്രവാചകനും എന്താണോ പഠിപ്പിച്ചത് അതാണ് ചെയ്യേണ്ടത് എന്ന പാഠം കൂടി ഇതിലുണ്ട്. ഖാല അല്ലാഹു തആല പറഞ്ഞു, ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക്, എങ്കിൽ നാം ഖദ് ഫതന്നാ നാം പരീക്ഷിച്ചിരിക്കുന്നു. ഫതന ഫിത്നയിലാക്കി, പരീക്ഷിച്ചു. ഫതന എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു. ഫതന്നാ നാം പരീക്ഷിച്ചു. ഫഇന്നാ തീർച്ചയായും നാം, ഖദ് ഫതന്നാ തീർച്ചയായും നാം പരീക്ഷിച്ചിരിക്കുന്നു, ഖൗമക നിൻ്റെ ഖൗമിനെ, മിൻ ബഅദിക നിൻ്റെ ശേഷം, അഥവാ നീ പോന്നതിന് ശേഷം ആ സമൂഹത്തിന് ഞാനൊരു പരീക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് മൂസ അലൈഹിസ്സലാം അറിയുന്നില്ല. മൂസ അലൈഹിസ്സലാം ഇവിടെ നിർത്തി, പിന്നെ ഉത്തരവാദിത്വം ഹാറൂൻ നബിയെ ഏൽപ്പിച്ച് അള്ളാഹിൻ്റെ നിർദ്ദേശപ്രകാരം പോയതാണ്. ആ പോയതിന് ശേഷം ഇവിടെ എന്തുണ്ടായി അത് അദ്ദേഹം അറിയുന്നില്ല. ഈ കണ്ട മുഴുജത്തൊക്കെ ഉള്ള ആളാണ് മൂസ അലൈഹിസ്സലാം. വടിയുണ്ട്, അതേപോലെ 9 സ്ഥാനങ്ങൾ അല്ലാഹു തആല നൽകിയെന്ന് പറഞ്ഞല്ലോ. ഈ മുഴുജത്തെല്ലാം ഉള്ള മൂസാ നബിക്ക് അറിയുന്നില്ല പോയതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചത്. അത് അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ഖൗമിനെ നാം പരീക്ഷിച്ചിരിക്കുന്നു, മിൻ ബഅദിക നിൻ്റെ ശേഷം, അഥവാ നീ അവരെ വിട്ടുപോകുന്നതിന് ശേഷം. വഅളല്ലഹുമുസ് സാമിരി, സാമിരി അവരെ വഴിതെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. വഅളല്ലഹും
അവരെ ലലാലത്തിലാക്കി വഴിതെറ്റിച്ചു. അഥവാ വഴിതെറ്റാൻ കാരണക്കാരനായി അർത്ഥം. കാരണക്കാരനായാൽ ചേർത്തി പറയാം. ഒരാൾ ഒരു കാര്യത്തിൽ കാരണക്കാരായി മാറിയാൽ അയാളിലേക്ക് ചേർത്തി പറയും ആ പ്രവർത്തനം അയാൾ ചെയ്തു എന്ന് പറയാം. അളല്ലഹും അവരെ വഴിവേപ്പിച്ചിരിക്കുന്നു. അസ്സാമിരിയു സാമിരി അവരെ വഴിവേപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വിവരം നൽകുകയാണ്. സാമിരി ഇസ്രായേലിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. ഇസ്രായേലിൽപ്പെട്ട ഒരാളായിരുന്നു. ഇനി അതല്ല കിബിത്തുകളിൽപ്പെട്ട ആളാണ്, മൂസാ നബി വിശ്വസിച്ച് കൂടെ കൂടിയ ആളാണ് എന്നും പറയുന്നുണ്ട്. മൂസാ നബിയുടെ കൂടെ ഒപ്പം കൂടിയ ആളായിരുന്നു സാമിരി. ആ സാമിരിയാണ് അവർക്ക് വഴിതെറ്റാൻ നിമിത്തമായ ചില വഴികൾ ഒപ്പിച്ചത്. അത് സാമിരി നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു എന്നൊക്കെ തഫ്സീറുകൾ ചർച്ചകൾ കാണാം. നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ മൂസാ അലൈഹി സ്വലാം പോയപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കി അവിടെ എല്ലാ കൈകാര്യം സാമിരി ഏറ്റെടുത്തു എന്നൊക്കെ തഫ്സീറുകളിൽ ചർച്ചകൾ കാണുന്നുണ്ട്. ഒരു നേതാവാണ് പോയപ്പോൾ പിന്നെ അവിടെ ഒരു ഹാറൂൻ നബിയാണുള്ളത്. അപ്പോൾ ഹാറൂൻ നബിനേക്കാളും മേലെ കയറി എല്ലാമാണ് സ്വന്തം കൈകാര്യം ചെയ്ത് അവിടെ ഒരിടയിൽ ഒരു നേതാവിനെ പോലെ സ്വയം അദ്ദേഹം അങ്ങോട്ട് രംഗത്ത് വരികയും അങ്ങനെ ആളുകളെ പിഴപ്പിക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് അവിടെ ചർച്ചകൾ കാണുന്നത്. സാമിരി ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു എന്നൊക്കെ കാണുന്നു. ഇസ്രായേലിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ കിബ്തിയിൽപ്പെട്ട ആളാണ്. മൂസാ നബി വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടിപ്പോകുന്നതിൽ പെട്ട ആളാണ് സാമിരി എന്നാണ് പറയുന്നത്. മറ്റൊരുപാട് കഥകൾ സാമിരിയുമായി ബന്ധപ്പെട്ട പല തഫ്സീറുകളുമൊക്കെ ഉണ്ട്. അസ്ലവിടെ അല്ല, അസ്ല് അല്ല, ഇവിടെ അല്ല, ഒരേ കൂടെ പോകുന്നതാണ്. അവരെ കൂടെ അവിടുന്ന് പോകുന്നതാണ്. ഒന്നുകിൽ ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട ആൾ, കിബിത്തുകളിൽപ്പെട്ട ആൾ ഫിർഔനെ വിശ്വസിച്ച് മൂസാ നബി വിശ്വസിച്ച് മൂസാ നബിയുടെ കൂടെ കൂടിയ ആളാണ് സാമിരി. അല്ലെങ്കിൽ ഇസ്രായേലിൽപ്പെട്ട ആൾ തന്നെയാണ് അവൻ. അങ്ങനെ മൂസാ നബി വിശ്വസിച്ച് കൂടെ കൂടിയതാകുന്നു എന്നാണ്. ഏതായിരുന്നാലും ആ സാമിരിയാണ് ഇവിടെ ഇവർക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് എന്നർത്ഥം. സാമിരിയുടെ പേര് ഹാറൂൻ എന്നാണ് അല്ലെങ്കിൽ മൂസ എന്നാണ് എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ തഫ്സീലുണ്ട്. അല്ലാഹു അഅലം, നമുക്കറിയില്ല. അവന് പഴയ കാലത്ത് ഒന്നുമില്ലാതെ പ്രയാസപ്പെട്ടതും ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വളർത്തിയതാണ് എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾക്കാളൊക്കെ ഇസ്രായേലിയാത്താണ്. അപ്പോൾ ആണോ അല്ലേ നമുക്ക് പറയാനൊന്നും കഴിയില്ല. അതാണെങ്കിൽ നബി തങ്ങൾ പറഞ്ഞു തന്നെ, അല്ല അപ്പം നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും കഴിയുകയില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ജിബ്രീലാണ് വളർത്തിയത്. അവിടെ ജിബ്രീൽ വളർത്തിയത് കൊണ്ട് തന്നെ പിന്നെ സാമിരിക്ക് ചില സംഗതികളൊക്കെ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നു. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവൻ ഈ ആളുകളെ പ്രേരിപ്പിച്ചത് എന്നൊക്കെയുള്ള ചർച്ചകൾ തഫ്സീലൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വഅളല്ലഹും അവരെ ളലാലത്തിലാക്കിയിരിക്കുന്നു. അസ്സാമിരിയു സാമിരി അവരെ ളലാലത്തിലാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൗമിനെ ഇവിടെ ഇത്രയും പ്രയാസപ്പെട്ട് ഫിറഔനെ രക്ഷപ്പെടുത്തി ഓലെ തൗഹീദ് പഠിപ്പിച്ച് ഓലെ കൊണ്ടുവന്ന് ഇനി അവിടേക്ക് തൗറാത്ത് വേണം, അല്ലാഹു തആലയുടെ എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ തൗറാത്ത് നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുകയും അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് ഇവിടെ ഓലക്കഥ പഴിച്ചു പോയി എന്നറിയുമ്പോൾ മൂസാ നബിയുടെ വേദന, മൂസാ നബിയുടെ സങ്കടം, അതാണ് ഫറജഅ മൂസ ഇലാ ഖൗമിഹി ഗളബാന അസിഫാ. ഫറജഅ മൂസ, അങ്ങനെ മൂസ അലൈഹിസ്സലാം മടങ്ങി. റജഅ മടങ്ങി. ഫറജഅ മൂസ, അങ്ങനെ മൂസ അലൈഹിസ്സലാം മടങ്ങി. അത് അപ്പോൾ തന്നെ മടങ്ങിയതാണോ അല്ല, ആ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞ ശേഷമാണോ? ശേഷമാണ് എന്നാണ് മറ്റുള്ള ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. തൗറാത്തുമായിട്ടാണ് മടങ്ങുന്നത്. പോകുമ്പോൾ തൗറാത്തുമായി മടങ്ങിയ തൗറാത്ത് വലിച്ചെറിഞ്ഞതും ഹാറൂൻ നബിയെ ചീത്തറിഞ്ഞതൊക്കെ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇത് പൂർത്തിയാക്കി, അള്ളാഹു നിശ്ചയിച്ച ദിവസങ്ങൾ പൂർത്തിയാക്കി തൗറാത്തും ഏറ്റുവാങ്ങി 40 ദിവസം പൂർത്തിയാക്കി ഏറ്റുവാങ്ങി എന്നാണ്. അതിനിപ്പോൾ ഈ 40 ദിവസത്തിന് തൊട്ട് മുമ്പായിട്ടാണോ ഇവർ പഴിച്ചത്? അല്ലാഹു അഅലം, നമുക്കറിയില്ല. എന്നാണ് ഒന്നും അറിയില്ല. 40 ദിവസം പറഞ്ഞപ്പോൾ അവർ കണക്കൂട്ടി പഴിച്ചു എന്നൊക്കെ ചർച്ചകളിൽ കാണാം. ഒരു 20 ദിവസമായപ്പോൾ രാവും പകലും കൂട്ടിയാണ് 40 ദിവസമായാലും എന്താ മൂസാ നബിയെ കാണാത്തത് എന്ന് പറഞ്ഞു എന്നൊക്കെ പല മുഫസ്സിലുകളും അഭിപ്രായപ്പെട്ട് കാണുന്നു. അതേപോലെ നേരത്തെ പറഞ്ഞത് 30 ദിവസമായിരുന്നു. അപ്പോൾ ആ 30 ദിവസം കഴിഞ്ഞ് പിന്നെ 10 ദിവസം അല്ലാഹു തആല അത് കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ 30 ദിവസം കഴിഞ്ഞപ്പോൾ മൂസാ നബിയെ കാണാനില്ല എന്ന ആ ചാൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് സാമിരി അവിടെ പണിയെടുത്തത് എന്നും കാണുന്നു. അപ്പോൾ മൂസാ അലൈഹി സ്വലാം പോയി 30 ദിവസം കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പം കാണുന്നില്ല. മൂസാ നബി ഇലാഹിനെ കാണാൻ പോയതാ, ഇതാ ഇലാഹിലാ ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് സാമിരി പശുക്കുട്ടി ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അവസാന ദിവസങ്ങളിലാണ് പിഴവ് സംഭവിച്ചത്
ഏതായാലും ആ മീഖാത്ത്, ആ മൗഇദ് പൂർത്തിയായതിനു ശേഷം ആണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങിയത് എന്നാണ് പൊതുവെ മനസ്സിലാകുന്നത്. ഫറജഅ മൂസ, അങ്ങനെ മൂസാ നബി ഇസ്ലാം മടങ്ങി ഇലാ ഖൗമിഹി, തൻ്റെ ഖൗമിലേക്ക്, തൻ്റെ സമൂഹത്തിലേക്ക് മടങ്ങി. ഒൽബാന അസിഫ, ഒൽബാന കോപിഷ്ഠനായിക്കൊണ്ട്, അസിഫ ദുഃഖിതനായിക്കൊണ്ടും, വല്ലാത്ത വേദനയും വല്ലാത്ത ദേഷ്യവുമായി അദ്ദേഹം മടങ്ങി. കാരണം സ്വാഭാവികമാണ്, ആരാണെങ്കിലും സഹിക്കാൻ കഴിയുന്നതല്ല ഇത്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ തൗഹീദ് പഠിപ്പിച്ച് അവരെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിപ്പോയപ്പോഴേക്ക് ഓലക്കപ്പാടെ പശുക്കുട്ടി ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ നഷ്ടമുള്ള കാര്യമാണ്. സാമിരിയാണ് പശു ആരാധന ആദ്യമായി തുടങ്ങിയതാണ് തഫ്സീലൊക്കെ കാണുന്നത്. സാമിരിയുടെ കബീല തന്നെ പണ്ട് പശുക്കളെ ആരാധിച്ചിരുന്ന ആളുകളായിരുന്നു എന്നൊക്കെ ചില തഫ്സീലുകൾ കാണുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് വരെ പശു ആരാധന കിട്ടിയത് സാമിരിയിൽ നിന്നാണ് എന്നൊക്കെ തഫ്സീൽ ചില ചർച്ചകൾ കാണുന്നുണ്ട് ഉണ്ടായിരുന്നു. അത് സാമിരിൻ്റെ കുടുംബം എല്ലാവരുമില്ല, സാമിരിയുടെ ആ കബീലയിൽപ്പെട്ട ആളുകളൊക്കെ പശുവിനെ ആരാധനായി കണ്ടിരുന്നു. അതുകൊണ്ടാണ് ചാൻസ് കിട്ടുമ്പോൾ വേഗം പശുവിനെ അവിടെ ഫിറ്റാക്കാൻ നോക്കിയത്, അതുകൊണ്ടാണ് എന്നൊക്കെയാണ് കാണുന്നത്. വല്ലാഹു അഅലം. ഫറജഅ മൂസ ഇലാ ഖൗമിഹി, മൂസ അലൈഹിസ്സലാം തൻ്റെ ഖൗമിലേക്ക് മടങ്ങി. ഒൽബാന അസിഫ, കോപിഷ്ഠനായിക്കൊണ്ടും ദുഃഖിതനായിക്കൊണ്ടും അദ്ദേഹം മടങ്ങി. ഒലബ് കോപം, ഒൽബാൻ കോപിഷ്ഠൻ, ഫഇലാൻ വസ്നാണ് ഒൽബാൻ. അത്ഷാൻ എന്ന് പറയുന്ന പോലെ ഒൽബാൻ കോപിഷ്ഠൻ, അസിഫൻ ദുഃഖിതൻ, അസഫ് ദുഃഖം, അസിഫ് ദുഃഖിതൻ, അസഫ് ദുഃഖം, അസിഫ് ആസിഫ് എന്നൊക്കെ പറഞ്ഞാൽ ദുഃഖിതൻ, ആസിഫ്. ഇന്നത്തെ ഭാഷയിൽ സോറി എന്നതിനത് പറയും, ആസിഫ് സോറി എന്ന് പറയാൻ അത് ഉപയോഗിക്കലുണ്ട്. അസിഫൻ ദുഃഖിതനായിക്കൊണ്ട് അദ്ദേഹം മടങ്ങി. ഖാല, അങ്ങനെ ഖൗമിൽ വന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, യാ ഖൗമി, എൻ്റെ സമൂഹമേ, അലം യഇദുക്കും റബ്ബുക്കും വഅദൻ ഹസന, അലം യഇദുക്കും, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയില്ലയോ, റബ്ബുക്കും, നിങ്ങൾ റബ്ബ്, വഅദൻ ഹസന, ഏറ്റവും നല്ല വാഗ്ദാനം നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് നൽകിയില്ലായിരുന്നുവോ? പഠിച്ചോൻ കൊടുത്ത ഒരുപാട് വാഗ്ദാനങ്ങൾ, തൗറാത്ത് സലാം എന്ന വാഗ്ദാനം, അതേപോലെ ദുനിയാവിലും പരലോകത്തും അല്ലാഹു തആല ഓഫർ ചെയ്ത ഒരുപാട് വാഗ്ദാനങ്ങൾ, ഇതൊക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നില്ലയോ? എന്തു പറ്റി നിങ്ങൾക്ക് നഷ്ടം? പടച്ചോന് നിങ്ങൾക്ക് എന്തെല്ലാം വാഗ്ദാനം നൽകി, അത് പലതും ഇവിടെ പ്രാവർത്തികമായി ഫിർഔനെ രക്ഷപ്പെടുത്തി. അതേപോലെ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഇവിടെ പലതും പാലിച്ചു, മന്നും സലീം ഇറക്കി കൊടുത്തു. ഇനിയും തൗറാത്ത് സലാം എന്ന് പറഞ്ഞു, അത് വാങ്ങാനാണ് പോയത്. അതേപോലെ പരലോകത്ത് സ്വർഗമുണ്ട് എന്ന വാഗ്ദാനം, ഇതൊക്കെ റബ്ബ് തന്നില്ലയോ? പിന്നെ എന്തു പറ്റി നിങ്ങൾക്ക്? അതാണ് അലം യഇദുക്കും റബ്ബുക്കും വഅദൻ ഹസന, നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് ഏറ്റവും നല്ല വാഗ്ദാനം റബ്ബ് നൽകിയില്ലായിരുന്നുവോ? അഫത്വാല അലൈക്കുമുൽ അഹ്ദു, അഫത്വാല അലൈക്കും, നിങ്ങൾക്ക് എന്തേ ദീർഘമായോ? അൽ അഹ്ദു, കാലം ദീർഘമായി പോയോ? അഫത്വാല അലൈക്കുമുൽ അഹ്ദു, കാലം ദീർഘമായി പോയോ? കാത്തിരിക്കാൻ വയ്യാതായോ? അല്ലാഹുവിന്റെ സഹായമൊക്കെ പതി ഏത് കാലത്താ, അതിലൊന്നും ഇപ്പോൾ നിൽക്കാൻ പറ്റൂല എന്ന മട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? ദേഷ്യപ്പെട്ടുകൊണ്ട് വേദനയോടെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, എന്ത് പറ്റി നിങ്ങൾക്ക്? എങ്ങനെ നിങ്ങൾ ഈ ശിർക്കിലേക്ക് പോയത്? നിങ്ങൾ എങ്ങനെയാണ് ഈ പശുവിനെ ആരാധിക്കുന്ന അവസ്ഥയ്ക്ക് എത്തിയത്? നിങ്ങൾക്ക് റബ്ബിൻ്റെ വാഗ്ദാനങ്ങൾ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാതായി പോയോ? അഫത്വാല അലൈക്കുമുൽ അഹ്ദു, നിങ്ങൾക്ക് കാലം ദീർഘിച്ചു പോയോ? അം അറത്തും, ഇനി അതല്ല, അതല്ല, അറത്തും, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? അയ്യഹില്ല അലൈക്കും വലബും മിർ റബ്ബിക്കും, അയ്യഹില്ല അലൈക്കും, നിങ്ങൾക്ക് വന്നിറങ്ങുവാൻ, വലബും മിർ റബ്ബിക്കും, റബ്ബിൻ്റെ കോപം വന്നു ഭവിക്കുവാനുള്ള ഉദ്ദേശമാണോ നിങ്ങൾക്ക്? അപ്പം നിൽക്കുന്നതിന് ഉദ്ദേശം ഉണ്ടാവില്ല, എന്നാലും അതിൻ്റെ അനന്തര ഫലം അതാണല്ലോ. ഹല്ല യഹില്ലു, വന്നിറങ്ങുക, സംഭവിക്കുക, വന്നിറങ്ങുക, ബാധിക്കുക എന്നൊക്കെയാണ് ഹല്ല യഹില്ലു എന്ന പദത്തിനർത്ഥം. ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ഹല്ല എന്ന് പറയാം. ഒരു നാട്ടിൽ വന്നിറങ്ങിയാൾക്ക് ഹല്ല, ആ നാട്ടിൽ വന്നിറങ്ങി എന്ന അർത്ഥത്തിൽ ഹല്ല. ഇതേ വാക്യമാണ്, അതും ഇതേ പദമാണ്. അനുവദനീയമാക്കി എന്നതിന് ഉപയോഗിക്കുന്ന വാക്കും ഇതേ പദം തന്നെയാണ്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ
അൻ യഹില്ല അലൈക്കും, നിങ്ങൾക്ക് വന്നു ഭവിക്കുവാൻ, ഗളബും മിർ റബ്ബിക്കും, നിങ്ങൾ രക്ഷിതാവിൻ്റെ കോപം നിങ്ങൾ ഇറങ്ങണമെന്നാണോ നിങ്ങളെ ഉദ്ദേശം? എന്താണ് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ പടച്ച റബ്ബ് സഹായിച്ച സഹായങ്ങൾ വാഗ്ദാനം ചെയ്തവരായിട്ട് കൂടി എന്തേ നിങ്ങൾ ആ റബ്ബിൻ്റെ കോപം കിട്ടാവുന്ന പണിയാണല്ലോ ഇപ്പം ചെയ്യുന്നത്, എന്തു പറ്റി നിങ്ങൾക്ക് കാത്തിരിക്കാൻ ക്ഷമയില്ലാതായി പോയതാണോ? അല്ലാതെ കോപം ഏറ്റുവാങ്ങാൻ നിങ്ങൾ സന്നദ്ധരായതാണോ? എന്തു പറ്റി? ഫഅഖ്ലഫ്തും മൗഇദി, ഫഅഖ്ലഫ്തും, അങ്ങനെയാണോ നിങ്ങൾ ലംഘിച്ചത്? മൗഇദി, എന്നോടുള്ള നിശ്ചയം, എന്നോടുള്ള കരാറ് നിങ്ങൾ ലംഘിച്ചത് അങ്ങനെയാണ്. ഞാൻ നിങ്ങളെ നിശ്ചയിച്ചു പോയതല്ലേ, ഉത്തരവാദിത്തം ഹാറൂനെ ഏൽപ്പിച്ചു, എല്ലാം ഏർപ്പാടാക്കി, എന്നിട്ട് പോയിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ ആ കരാറൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ പണി നിങ്ങൾ ചെയ്തത് എന്ന് മൂസാ അലൈഹി വസ്സലാം ചോദിക്കുന്നു. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ സംഭവത്തിലുണ്ട്. സംഗതി ഇസ്രായേലിൽ സംഭവിച്ച കാര്യമാണെങ്കിലും നമുക്കൊരുപാട് പാഠങ്ങൾ. ഒന്ന്, ആദർശരംഗത്ത് നിഷ്ഠ, എത്ര വലിയ തൗഹീദും ഈമാനും തഖ്വയും ഉള്ളവനും ഒരു പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന ഏറ്റവും വലിയ പാഠമാണ് അത് നൽകുന്നത്. ഉണ്ടാവും, വിശ്വാസികളായി പോകുന്നവർക്കുണ്ടാവുമല്ലോ. അതിന് രണ്ടാമത്, എത്ര വലിയ ബുദ്ധിയും വിവേകവുമുള്ള വലിയ ജനക്കൂട്ടമാണെങ്കിലും ഒരു മനുഷ്യൻ ഒരു പക്ഷേ പണിയെടുത്താൽ ഓലൊക്കെ പഴിപ്പിക്കാനും പറ്റാം. അതന്നെ ഒരാൾ ചെയ്താൽ മതി, അത് കാണുമ്പോൾ എന്താ പോലൊക്കെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് എത്ര വലിയതുള്ള ആളുകളും അതിൽ പെട്ടു. അപ്പം തന്നെ 6 ലക്ഷം മനുഷ്യന്മാർ ഒന്നിച്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ലോ. ഒരു 4-5 ആൾ പോയതാണെങ്കിൽ അത് പിന്നെ നമുക്ക് മനസ്സിലാവും. 6 ലക്ഷം ആളുകൾ ഒന്നിച്ച് ഈ ഒരു സാമിരി പറഞ്ഞപ്പോഴേക്ക് അതും പശുവിനാണ് നിൽക്കുക. പടച്ച റബ്ബിനെ എല്ലാ സഹായവും കണ്ടു ബോധ്യപ്പെട്ട് വന്ന മനുഷ്യന്മാർ, അതും ഇവർ കൊടുത്ത ആഭരണം കൊണ്ടാക്കിയ പശുവാണ്. ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയ ആഭരണങ്ങൾ, ആ ആഭരണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഒരുക്കി അതുകൊണ്ട് പശുക്കുടി ഉണ്ടാക്കിയിട്ട് ഒരു ഒച്ചപ്പാടുണ്ടാക്കി പോകുന്നതാ, ഇതാണ് ഇലാഹ് എന്ന് പറഞ്ഞപ്പോൾ എന്നാ തന്നെ എന്ന് പറഞ്ഞ് അതിന് സമ്മതിക്കാൻ മാത്രം മനുഷ്യബുദ്ധി അതിനൊക്കെ പിന്നെ കുറച്ചാളുകൾ മാത്രം അതിൽ മാറി നിന്ന്, പക്ഷെ അവർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ചിലരൊക്കെ 12,000 ആളുകൾ 6,000 ആളുകൾ എന്നൊക്കെ ചർച്ചകൾ കാണുന്നു. അവരതിന് മാറി, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. പക്ഷെ അവർക്ക് ഇത് എതിർക്കാനൊന്നും കഴിയില്ല. കാരണം മഹാഭൂരിപക്ഷം അപ്പുറത്താണ്. ഭൂരിപക്ഷം ആളുകളൊപ്പം കൂടി കുറച്ചാൾ ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റാത്ത വിധമുള്ള ന്യൂനപക്ഷമായിട്ട് അവിടെ അതുണ്ടായിരുന്നു എന്നാണ്. ഹാറൂൻ നബി ഇസ്ലാം അടക്കം ഉണ്ടല്ലോ. ഹാറൂൻ നബി വരെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഹാറൂൻ നബീൻ്റെ വർത്താനം അവിടെ ആളുകൾ ചെവിക്കൊള്ളുന്നു. അപ്പോൾ നബി കൂടെ ഉണ്ടായിട്ട്, ഒരു നബി കൂടെ ഉണ്ടായിട്ട് പോലും ആ നബിയുടെ നിയന്ത്രണത്തിൽ പോലും നിൽക്കാതെ അവർ ശിർക്കിലേക്ക് വഴുതി പോകുന്നു. അതോടൊപ്പം തഫ്സീറിൽ പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ, അതേപോലെ റാസി, ഇവരൊക്കെ തഫ്സീറുകളിൽ 6 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞു കാണുന്നത്. അപ്പോൾ ഗണ്ഡിതമായി ആണോ നമുക്ക് പറയാനൊന്നും കഴിയില്ല. അപ്പോൾ ഏതായിരുന്നാലും ഒരുപാട് പാഠങ്ങൾ, ആളുകളെ എപ്പോഴും പിന്നാലെ കൂടി നയിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു പാഠം കൂടി ഉണ്ട് അവിടെ. ഒന്ന് ശ്രദ്ധ വിട്ടാൽ മനുഷ്യന്മാർ തെറ്റിപ്പോകും. നമ്മളിങ്ങനെ തട്ടിയൊപ്പിച്ച് കൂട്ടിക്കൊണ്ടും ചെറിയ ശ്രദ്ധ വിടുമ്പോഴേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിത്തിരിഞ്ഞ് പോകും എന്ന പാഠം കൂടി അതിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു അഅലം. ഒന്നുകൂടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ قال هم أولئك على أثري وعجلت إليك رب لترضى قال فإنا قد فتنا قومك من بعدك وأضلهم السامري فرجع موسى إلى قومه غضبان أسفا قال يا قوم ألم يعدكم ربكم وعدا حسنا
أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. سبحانك اللهم وبحمدك. السلام عليكم.